അപ്പൊ അത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇതൊന്നും അതൊന്നും വിഷയമല്ലായിരുന്നു. അപ്പോഴൊന്നും കേസ് കൊടുക്കാനോ ഒന്നും ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇത്രയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് കിരവിനെ തലയിൽ കെട്ടും ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ബ്യൂട്ടീഷ്യൻസ് ചെയ്തപ്പോൾ അത് വിഷയമായി. അത് ഇത്രയും ചാനലുകാരെ അതിനു മുമ്പ് ഈ പറയുന്ന കേരളം മൊത്തം ചർച്ചയായില്ലേ ഊബറിൽ കൊല്ലാൻ ശ്രമിച്ചു കഴുത്ത് ചിരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അതായത് കേരളത്തിലെ ഒരു മാധ്യമ ധർമ്മത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ്, അതായത് സത്യമാണോ എന്ന് അന്വേഷിക്കാതെ ഇങ്ങനെ ഒരു വാർത്ത എല്ലാ ചാനലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. സാറ്റലൈറ്റ് ചാനലുകളിലെല്ലാം നിങ്ങളാരെങ്കിലും വിളിച്ചായിരുന്നു ഈ പറയുന്ന? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ്, അതായത് ഈ സാറ്റലൈറ്റ് ചാനലുകളിൽ ചാനൽ മീഡിയ പ്രവർത്തനം വിളിച്ചിട്ടുണ്ട്. എന്നെ ചോദിച്ചാൽ എന്താണ് ഇതിന്റെ പ്രശ്നം, എന്താണ് ഇതിന്റെ ആക്ച്വലി. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിനക്കിത് അറിയാല, നമ്മള് അവന്റെ വീട്ടില് ഈ പറയുന്ന ചാനലുകളടക്കം ഇപ്പൊ വിളിച്ച ചാനലുകളടക്കം കൊണ്ടുപോയിട്ട് അവനെ ഇടിക്കുമ്പോ അറിയുള്ളൂ. ആറാട്ടണ്ണന്റെ വീട്ടില് ബർത്ത്ഡേ പാർട്ടിക്ക് അന്ന് ഇവനെ പിടിച്ച് എല്ലാവരും ഇടിക്കുമ്പോ നോക്കി നിന്ന് വീഡിയോ എടുത്ത ആളുകളിൽ പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും. ഈ പറയുന്ന ആ വീഡിയോ ചെയ്തില്ലേ, അപ്പൊ ഇവരെന്നെ വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ പറയടാ പേരയിടയ്ക്ക് അവർക്ക് എന്ത് കാര്യം, അവനൊരു സഹായിക്കാൻ വേണ്ടി പോയതാ, കാര്യങ്ങൾ വിശദീകരിച്ചു, തീർന്നു, ഇതെല്ലാം കഴിഞ്ഞതാണ്, ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ട് ഈ പറയുന്ന പോലെ ഉച്ചയായപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൊണ്ടുപോയിട്ട് ഇവനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വീണ്ടും വേഷത്തെ വിധാനം ധരിപ്പിച്ച് ഇവനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കാണിച്ചൊക്കെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി കോപ്രായം കാണിച്ചു റീച്ച് ഇട്ടാൻ വേണ്ടി ചെയ്താണ്. പേര് പറയുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് ഓൾറെഡി എന്ത് സംഭവിച്ചു, പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്റെ വീട്ടുകാർക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് പ്രശ്നങ്ങളായി. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ എന്ത് ചെയ്ത് പോയി കേസ് കൊടുത്തു. കാരണം മാനനഷ്ടം കേസ് കൊണ്ട് ഇപ്പൊ ഈ പറയുന്ന ചാനലുകൾക്കെതിരെ ഈ ചാനലുകളിൽ സത്യമാണോ എന്ന് അന്വേഷിക്കാതെയുള്ള കേസ് കൊടുത്തല്ലോ. അല്ല, സത്യമാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അല്ല, ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ 3-4 ചാനലുകളുടെ കേസല്ല, ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ മനോരമ, മാതൃഭൂമി, കൗമുദി, ഈ പറയുന്ന എല്ലാ ചാനലുകളും ഈ വാർത്ത രാവിലെ മുതൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് നിങ്ങളെ വിളിച്ച് അന്വേഷിച്ചിരുന്നോ? ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂസ് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്നത്? അലിജോസ് പെരേരയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും റീച്ചാണ്. കാരണം ഉദാഹരണം കല്യാണം തന്നെ, ഫേക്ക് കല്യാണം. എന്റെ അടുത്ത് ഒരു 2 മാസം മുമ്പോട്ട് പറയാനാണ്, ചേട്ടാ എനിക്ക് കല്യാണം ഫേക്ക് കല്യാണം നടത്തണം. ഞാൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ നിന്റെ കൂടെ വരില്ല, അതിനെ ഒരിക്കലും സപ്പോർട്ട് ഇല്ല, അത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്, ഇത്രയും ജനങ്ങൾ കാണുകയാണ്, നീ ഈ അറമ്പറപ്പ് കാണിക്കുന്ന പരിപാടിയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എതിർത്തിരുന്നു. ICGയിലെ വൈശാഖാണ് ഈ പറഞ്ഞ ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇവനെയും കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിച്ചത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ അത് അവന്റെ ഇമേജിന് മതി, ഓൾറെഡി അവന്റെ ഇമേജ് പോയി കിടക്കാണ്. ഞാൻ എങ്ങനെയെങ്കിലും അവനെ നല്ല രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പരിപാടി കാണിച്ച് ആ പെൺകുച്ചിനെ റീച്ചിട്ടാണ് വേണമെന്നൊക്കെ പറഞ്ഞ് റീച്ചിട്ടുണ്ടെങ്കിൽ നല്ല, ഞാൻ പറഞ്ഞു നീ അഭിനയിക്കുക, നല്ല രീതിയിൽ നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ അഭിനയിച്ച് നീ റീച്ചിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് നീ ഇങ്ങനെ കോമാളത്തിലെ കോപ്രായം കാണിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാന്നൊക്കെ ഒരുപാട് തവണ എന്നോട് അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കാനുള്ള ഒരു ഇതില്ല, അത് പുള്ളിയുടെ ഇഷ്ടമല്ല എന്നാലും ആവശ്യം ഇത് മറ്റുള്ളവർ കേൾക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഇവന്റെ കൂടെ നിൽക്കുമ്പോ ഇവരെ കളിയാക്കിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു പ്രയാസമുണ്ട്. ആ സംഭവത്തിൽ എനിക്കുണ്ടാവുന്ന ഒരു പ്രയാസമുണ്ട്. ഇവന്റെ കൂടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലാണ്, അവന്റെ വീട്ടിൽ പോലും ചില സമയത്തൊന്നും പോകാറില്ല. ഇവരുടെ വീട്ടിലാണ് ഇവന്റെ ഒപ്പം തന്നെ കിടന്നുറങ്ങിയാണ് അവൻ. ചില സമയത്ത് അവൻ എത്ര എല്ലാവരും വൃത്തിയായിട്ടവൻ മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞാലും ഇവര് തമ്മിൽ ഒരുമിച്ച് റൂമിൽ. പിന്നെ അവിടെ വെച്ച് ഈ കൂട്ടുകാരൻ അനിയനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും, അതൊക്കെ ഉണ്ടാവാറുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെയായിരുന്നു ഇതൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ ലൈവ് ഇട്ടപ്പോൾ ഇവൻ ഇത്ര റീച്ചുള്ള ആളുകളാണ്. അപ്പൊ ഒരു സെൻസേഷൻ ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എല്ലാ ചാനലുകളും ചെയ്തത്. അപ്പൊ ഇവന് ഇത് കിട്ടിയ കാരണം അവന് ഇടി കിട്ടിയത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ ലൈവ് ഇടുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വിഷയമാണ്. പിന്നെ ഇപ്പൊ ഒരു ചാനലുകൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതൊന്നും വിഷയമല്ലെന്നേ. ഇപ്പൊ ചാനൽ കാണിച്ചാൽ അതൊന്നും പിന്നെ പോട്ടെ, നമുക്കറിയാലോ ഇവനൊന്നും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇതെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവനെ വേഷം അങ്ങോട്ട് മാറ്റി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഇവനെ നല്ല ഇതാക്കി ബ്യൂട്ടീഷ്യൻസ് എല്ലാവരും കൂടി അങ്ങനെ ചെയ്ത് 5 പേര് 6 പേരുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഇത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുക. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ എന്നെ കാലത്തെ വിളിച്ച മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ വിളിച്ചു ചോദിച്ചാടാ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഇത് ചെയ്യുന്നത് ശരിയാണോ? കാരണം ഇത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതല്ല, ഇതങ്ങനെയല്ല, നിനക്കെന്താ പ്രശ്നമെന്നേ, നിന്റെ അവനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞല്ല, ഞാൻ അതിലുണ്ടെങ്കിൽ എനിക്ക് സാക്ഷി പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല. അപ്പൊ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നീ എന്തിനാ പേടിക്കണം, നീ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പിന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞു നീ എന്നെ കാലത്ത് വിളിച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ തന്നെ ഇവൻ ഇടി കൊണ്ടപ്പോൾ നോക്കിയിരുന്ന് ഇവന്റെ വീഡിയോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ പോസ്റ്റ് ഒന്ന് പിടിച്ചു മാറ്റാനോ ഒന്നിനോ നിങ്ങൾ നിന്നില്ല.
അന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് ഇടി കൊള്ളണം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവന്മാർ ഇതെടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിച്ചെന്നുള്ള രീതിയിൽ സംഭവം ചെയ്ത് എൻ്റെ പേരൊന്നുമില്ല, എന്നാൽ പോലും നമുക്കത് നമ്മളതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അവൻ ഇവനെ മാത്രമാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് സംഭവം ചെയ്തപ്പോഴാണ് കേസിന്റെ ഇതിലേക്ക് പോയത്. കേസിന്റെ ഇതിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ കാലത്തെ വക്കീലായിട്ട് വരികയും എൻ്റെ അമ്മ വരികയും വിഷ്ണു കൊച്ചുകാരൻ എന്ന് പറഞ്ഞ ഒരാഴ്ച വരികയും അവർ വക്കീലായിട്ട് വന്നു. വക്കീലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാര്യമില്ല, വക്കീലിന് കാര്യങ്ങൾ മനസ്സിലായി. ഇവൻ എന്താ ചെയ്തേ, ഇവൻ ചെയ്തേക്കണത് ഈ പറയുന്ന പോലെ എന്താ ഫേക്ക് ആയിട്ടുള്ള, കാരണം ഇവനൊരു കുഴപ്പമില്ല, ഫേക്ക് ആയിട്ട് ഇവനെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇത് ചെയ്യിക്കേണ്ട കാര്യം മാപ്സ്റ്റിക് എന്ന് പറയുന്ന ചാനലിനെ പൂട്ടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യം ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കി ഇവനെ കുറെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇത്. പക്ഷെ ഇതിനുള്ള ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് കോടതിയിൽ കേസിന് പോകാൻ, അതായത് അവിടെ കൊടുക്കാണ്ട് കോടതിയിൽ കേസിന് പോകണം എന്നുള്ള രീതിയിലാണ് വീട്ടുകാരും എല്ലാവരും ഇപ്പൊ ഇവനോട് പറയുന്നത്. ഞാനല്ലെങ്കിൽ ഇവരിത് പൊട്ടന്മാരാണ്. അതായത് ഒരു PR മാനേജർ അലിൻ ജോസ് പെരേര തമ്മിലുള്ള പ്രശ്നത്തിന് ഈ പറയുന്ന ചാനലിനോ ഊബറിനോ ഒരു ബന്ധമില്ല. ഇവര് വിചാരിച്ച എങ്ങനെയാണ് ഒരു ഊബറും ചാനലും കൂട്ടി പോകുന്നത്? അതല്ല, ഊബറും ചാനലും അല്ല, ഗൂഢാലോചന. ഞാൻ പറയും 5 പേര് 6 പേർക്ക് ഇവനോടെന്താ എനിക്കറിയില്ല, മാപ്സിക് മീഡിയയോട് എനിക്കറിയില്ല. ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മള് നീലക്കുയിൽ എന്ന് പറഞ്ഞ അറിയാം എസ്റ്റാബ്ലിഷ് ചാനലാണ്. അപ്പൊ ഞാൻ നീലക്കുറുക്കൻ എന്ന് പറഞ്ഞൊരു ചാനല് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് എന്റെ അടുത്ത് കാണിച്ചായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ആക്ച്വലി എനിക്ക് അവരായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് ആക്ച്വലി ഇവരൊക്കെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് പോകണ ഒരാളായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു നീലക്കുറുക്കൻ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇവർ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും അറിയാൻ പാടില്ല. അപ്പോ അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഇത്രയും കാര്യം ദേഷ്യം ഈ ചാനലിനോട് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക്, കാരണം ഞാൻ മാത്രമുള്ളൂ ദൃക്സാക്ഷിയായിട്ട്. അജു എന്ത് വരും എക്സാം എന്ന പയ്യനെന്തൊക്കെയാണ്. അപ്പൊ എനിക്കിപ്പോ നിൽക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇതിപ്പോ സംഭവം വരുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് നിൽക്കണം, കാരണം സംഭവം ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾക്ക് വരികയും സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവരുടെ വീട്ടുകാരിൽ മൊത്തം ഫാമിലി മൊത്തം പറയുന്നത് ഈ ചാനലിൽ 5 പേര് വ്യക്തികളെയും എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് ഇവൻ അവരുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് കോടതിയിൽ കേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട്, കാരണം വീട്ടുകാർക്ക് മൊത്തത്തിൽ മനക്കേടുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ കേസ് കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ബാക്കി ഇവര് വീട്ടില് ഫാമിലിക്കാർ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോ പോലീസാണോ പറഞ്ഞത്? പോലീസ് പറഞ്ഞ് കോടതിയിലാണ് കൊടുക്കേണ്ടത്.